10 വർഷത്തിലധികമായി പാലക്കാട് ടൗണിൽ പ്രവർത്തിച്ചു വരുന്ന SS അക്കാദമിയുടെ പരിശീലനത്തിലൂടെ നിങ്ങൾക്കും ആർമിയിൽ ജോലി നേടാൻ ഇതാ ഒരു സുവർണാവസരം. 17നും 21നും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മാർച്ച് 22 വരെ അപേക്ഷിക്കാം. NTA അനിരുദ്ധ് ഭട്ടത്തിലും വിമൺ മിലിറ്ററി പോലീസായ മായിയും പ്രിയദർശിനിയും ഉൾപ്പെടെ 2000-ലധികം പേർക്ക് ജോലി ലഭ്യമാക്കിയ SS അക്കാദമിയുമായി ഉടൻ ബന്ധപ്പെടുക. ആക്രിക്കടയിലെ ചന്ദനശേഖര കേസിൽ വനവകുപ്പ് അന്വേഷണം ആരംഭിച്ചു. ആക്രി സാധനങ്ങളുടെ ഗോഡൌണിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ 2906 കിലോ ചന്ദനം പിടിച്ചതിനും കോറിയിൽ നിന്ന് ചന്ദനമരം മുറിച്ചു കടത്തിയതിനും പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ ഭേദഗതി ചെയ്ത് വനം കൊള്ള സംബന്ധിച്ച ഗുരുതരമായ വകുപ്പുകൾ കൂടി ചുമത്തി വനം വകുപ്പ് അന്വേഷണം തുടങ്ങി. ഇരു കേസുകളിലുമായി റിമാൻഡിലുള്ള 3 പ്രതികളെ കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ വനം വകുപ്പ് കോടതിയിൽ അപേക്ഷ നൽകി. അന്വേഷണ ചുമതല വനം വകുപ്പ് ഏറ്റെടുത്തതിന് പിന്നാലെയാണ് നീക്കം. കേസുകൾ വനം വകുപ്പിലെ പ്രത്യേക സംഘം അന്വേഷിക്കും. ഇരു കേസുകളിലെ പ്രതികൾക്ക് തമ്മിൽ ബന്ധമുണ്ടോ എന്നും വനപാലക സംഘം പരിശോധിക്കും. പാവുക്കോണം കോട്ടക്കുളത്ത് ആക്രി സാധനങ്ങളുടെ മറവിൽ സൂക്ഷിച്ച ചന്ദനം പിടിച്ച കേസിൽ വാടാനംകുറിശി സ്വദേശി ഹസനും സമീപത്തെ കോറിയിൽ നിന്നും ചന്ദനം മുറിച്ചു കടത്തിയ കേസിൽ പാവുക്കോണം സ്വദേശികളായ അഷ്ടമനത്ത് കോളനി ധനേഷും മൂലയിൽ തൊടി രാധാകൃഷ്ണനുമാണ് കഴിഞ്ഞ ദിവസം പോലീസിന്റെ പിടിയിലായത്. ഗോഡൌണിൽ നിന്നും കണ്ടെത്തിയ ചന്ദനം പോലീസ് കോടതിക്ക് കൈമാറി.